നമ്മളിപ്പോ ഇന്നാളത്തെ വീഡിയോ എടുത്തു 2-3 ആഴ്ചയായി. ഏകദേശം 4000 ആൾക്കാർ അത് കണ്ടു. 4000-ന്റെ അടുത്ത ആൾക്കാർ. അവർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. നമ്മുടെ നാടിനെ പറ്റി പിന്നെ അറിയണം എന്നുള്ള താല്പര്യമാണ്. അപ്പോൾ അതാ പിന്നെ നിങ്ങളടുത്ത് കൊരട്ടം പാടെ നമ്മൾ വന്ന്. പിന്നെ നമ്മൾ അന്ന് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം ഒരൊറ്റ മഹല്ലിന് ആ വിഷയങ്ങളൊക്കെ നമ്മളന്ന് ചർച്ച ചെയ്തു. ആ പള്ളിനെ പറ്റി നിങ്ങൾ കുറഞ്ഞ വിവരം തന്നിട്ടുള്ളൂ. അപ്പോൾ ആ പള്ളിനെ കുറിച്ചാണ് ഞാൻ ആദ്യം കൂടി ചോദിക്കുന്നത്. നമ്മുടെ തോട്ടയിൽ പഴയ ജുമാ മസ്ജിദ് അത് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഉണ്ടാക്കിയത് പള്ളി ഉണ്ടാക്കി ഉരുളണ്ടല്ലാതെ വേറെ ജുമാ നടന്നു അതൊക്കെ എനിക്ക് ഉരുളുണ്ട്. അല്ല, പള്ളി ഉണ്ടാക്കിയത് ഉണ്ടാക്കിയ താഴത്ത് പട്ട് ഉരുളുണ്ട്. ചെറുപ്പത്തിൽ അല്ല, അതില്ല താഴത്തൊന്നും ശരിയല്ല. പള്ളി കയറ്റിങ്ങാണ്ട് ജുമാ ആക്കി ഉരുളുണ്ട്. ജുമാ തുടങ്ങിയത് ആദ്യത്തെ ജുമാ തുടങ്ങി നിങ്ങൾ ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടിയാണ്. അപ്പൊ അതിന്റെ മുമ്പ് നമ്മുടെ നാട്ടിൽ ജുമാക്ക് കണ്ട പോയി പൈനാട്ടൊക്കെ പോയി. അത് ഖബർസ്ഥാനൊക്കെ അവിടെയായിരുന്നു. നമ്മളെ മഹല്ല അവിടെയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തോട്ടയും മഹലുണ്ടാക്കി. അപ്പൊ ആദ്യം ജുമാ തുടങ്ങി. അന്ന് നമ്മൾ ആ പള്ളി പിന്നെ അന്ന് ആ ഒരു കമ്മിറ്റി നേതൃത്വമൊക്കെ ഉണ്ടാവുമല്ലോ, ആ പള്ളി നടത്തിപ്പിനൊക്കെ ഉള്ള അന്നത്തെ ആരെങ്കിലും നമുക്ക് ഓർമ്മ ഉണ്ടാവും? അന്നത്തെ വേനികാക്ക മോഹിനികാക്ക അക്കന്നല ഉദകാക്ക ഏനികാക്കി മോഹിനികാക്ക അപ്പുറത്ത് പള്ളി പഠിക്കല്ല പിന്നെ അവളെ വടക്കിക്കാര് മൂച്ചിത്തോടുക്കാര് അറിയും. ഉള്ള പള്ളിക്ക് പഠിക്കല്ലേ? ആ പള്ളി പഠിക്കുക. ഓരതാണ് ആ സ്ഥലം. അത് പള്ളി കയറ്റിയത് ഓരതാണ് ആ സ്ഥലം. ഓരോ സ്ഥലത്ത് ഒരു ദാനായി കൊടുത്തേക്കാണ്. ഒരു കൊടുത്തേക്കാണോ എന്ന് വിലക്കാന്നാ പറയാൻ പറ്റില്ല. ഏതായാലും ഓരോ തറവാട്ട് വേറെ ഉള്ളത് ആ സ്ഥലം ഒന്നായിട്ട് പള്ളിക്ക് കൊടുത്തേക്ക. അങ്ങനെയാണ് ആ പള്ളി പിന്നെ വന്നില്ലേ? അന്ന് ചെറിയൊരു പള്ളി അല്ലേ? ചെറിയൊരു പള്ളി. 2 മുറി, ആർത്തെ പള്ളിയും പുറത്തെ പള്ളിയും അങ്ങനെ മുറിയുണ്ട്. പിന്നെ പാലത്തുറം വെച്ചതും ഏച്ചി ആളെപ്പോലെ 10 ആൾ കൂടിയിട്ട് ഏച്ചി അക്കറന്നൊക്കെ കൊണ്ടുവരുന്നൊക്കെ തുല്യാണ്. അന്നൊക്കെ ചെറിയ കുട്ടിയാണ്. ഒരാള് വയസ്സ്. അപ്പൊ 6 വയസ്സ്. അപ്പൊ ഏകദേശം 80 കൊല്ലായിരിക്കും അവിടെ ജുമുഅ തുടങ്ങിയിട്ടില്ലേ? അപ്പൊ ആ ജുമുഅ തുടങ്ങിയ ശേഷം പിന്നെ അവിടെ ഖബറെടുക്കലും ഒക്കെ തുടങ്ങിയാണ്. അത് നമ്മൾ അവിടെ ആദ്യം ഖബറെടുക്കിയ ആളെന്ന് ഓർമ്മ ഉണ്ടോ? ആരാണ് അത്? പിന്നെ നമ്മളെ നേരോട്ടിലെ ബാപ്പു കാക്കാണ്ട് മൂപ്പര കാരണവരുണ്ട് ബാപ്പു. അതിന്റെ കീഴ്പെട്ടില്ല, ബാപ്പുവിന്റെ പ്രായല്ലേ. പിന്നെ പെരുമ്പല്യാക്കാർ ഓരോ കൂമങ്കോട്ട് അങ്ങനെ എടാങ്കോട്ട് സാരിക്കാണ് മരിച്ചു. ഒരു കുട്ടും തടയും വീട് പൊളിച്ചാൻ പോയി വലിയ കാണിച്ചുള്ള പെരുമ്പല്യ. അങ്ങനെ ആഴ്ചകൾ രണ്ടിനും വരെ നമ്മളെ പള്ളിക്കലാം. രണ്ടാമത്തത് നല്ല ഓർമ്മ ഉണ്ട്. പിന്നെ അന്ന് ഓരോ നമ്മുടെ നാട്ടില് അന്ന് ഓരോ തറവാട്ടർക്ക് ഓരോ ഭാഗം അങ്ങനെ ഓരോ ചീന അത് അന്നേ ഉണ്ടാവും. ഇപ്പോഴും അത് ഉണ്ട് അല്ലേ? കഴിഞ്ഞു സ്ഥലം കഴിഞ്ഞ് നമ്മളെ മന പറയുന്നത് നമ്മുടെ ആ കെട്ടിടത്ത് അതിലല്ല, അതിന്റെ കുറച്ച് അപ്പുറത്താ. അപ്പൊ അവിടെ സ്ഥലം അപ്പുറത്ത് പോയി അതിലിപ്പോ ഞാൻ വിദ്യാർത്ഥിന് കുറെ കബറുകൾ കെട്ടിപ്പൊക്കി ഇങ്ങനെ ഒരു കല്ലൊക്കെ വെച്ച് അത് കുറെ ഒരു 2-3-4 കബറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതൊക്കെ ആരുടെയെങ്കിലും ഓർമ്മ ഉണ്ടോ? ആരുടെയൊക്കെയാണ് അവലെ? അത് ഒന്നാക്കണ്ട അവതാക്കാണ്ട് പിന്നെ ഒന്ന് കാരണം നേരിലപ്പാപ്പാൾ അടിപുട്ടിയാക്കാണ്ടിയൊക്കെ വല്യാപ്പ നേരിലപ്പ കുഞ്ഞാവുള മരിച്ചു. കുഞ്ഞാവുളാന്റെ ബാപ്പാന്റെ അതാണ് പിന്നെ ഒന്നിന്റെ. പിന്നെ താരത്തിനൊക്കെ ആക്കാം, താരത്തിലെ മെമ്പാക്കാണ്ടി കുഞ്ഞിപ്പാൻ്റെ ഒക്കെ വല്യാപ്പാന്റെ വല്യാപ്പ ആക്കാണ്ടായിരുന്നു. ഓരതാണ് അത്. ഓരത് ഏഴാണ്ടൂർക്കാരതാണ് അരിക്ക് താഴെ ബജ്ജ് ഇങ്ങനെ നമ്മൾ പഠിക്കാൻ താഴെ അവിടെ അരുവില്. പിന്നെ അതിന്റെ നേരെയാണ് അക്കറിനവതാക്ക നേരെ പാപ്പ ഓരൊക്കെ വളക്കാൻ കിടക്കാണ്. അത് ബജ്ജിന്റെ നേപ്പട്ട് അത് പോയി അങ്ങ് മുകളിലെത്തി. നമ്മളുടെയൊക്കെ ബടിയിൽ അരുന്ന പൂന്ന പങ്ങ് വടക്കേ കിടക്കരുത് താഴെ കണ്ടിട്ട് ഇറക്കി. ഏത് മുതൽപ്പേരൊക്കെ അവർക്ക് ഇറങ്ങി. അതിലും കഴിഞ്ഞു. അതിലിപ്പോ എല്ലാരും ആയി. അതിലിപ്പോ വടക്കാൻ കിടക്കാരും ഉണ്ട്, പിന്നെ ഇറം തുറക്കാരുണ്ട്,
ഏറ്റവും കൂടുതൽ നിങ്ങൾ പറഞ്ഞത് പുത്തനങ്ങാടിക്കാരാണെന്ന് അർത്ഥം. അപ്പൊ ഞങ്ങൾ ആ കബറിന്റെ അവിടെ അവസരം ഏറ്റവും കൂടുതൽ ഏത് തറവാട്ടുകാരെന്ന് പറയും? അവിടെ കിടക്കും, അവിടെ കുറെ കബറെടുക്കണല്ലോ. ഏറ്റവും കൂടുതൽ ഏത് തറവാട്ടുകാരുണ്ടാവും അവിടെ? അത് ആദ്യം അറിയുള്ളൂ. പിന്നത്തെ ഇപ്പൊ ഏതാന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഏതാ തറവാട്ടെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് സ്ഥലം ഇതൊക്കെ മര്യാദ തരാം വച്ചാ പോയിരുന്ന സ്ഥലമില്ല ഇത്. അവിടെ വരും ഉറപ്പാ. അവിടെ വരും. അപ്പൊ അങ്ങനെയാണ് ആ പള്ളിന്റെ ഒരു അവസ്ഥ. പിന്നെ പള്ളി ഇങ്ങനെ വലിപ്പം കൂട്ടി കൂട്ടി ഇപ്പൊ പക്ഷെ ആ പണ്ടത്തെ ഒരു പഴമ ഇപ്പോഴും ആ പള്ളിക്ക് ഉണ്ട് അല്ലേ? ആ ഔത്തേപ്പള്ളിയൊക്കെ കണ്ടാല് ഇപ്പോൾ ആ പഴയ ഒരു തനിമ ഇപ്പോഴും. ആ മരുന്നടിച്ച് എപ്പോഴും വരുന്നത് പഴയ കാലങ്ങളിൽ അതാ മരുന്നടിച്ചിരുന്നു. ആ മരുന്ന് ആ ഒരു പള്ളിന്നുള്ള മാറ്റാറ് വിളക്കെ അടിച്ചിനൊക്കെ മാറ്റി. പഴയ കാലത്ത് ആകെ മരുന്നടി ഉണ്ടായിരുന്നു. അത് ഉറപ്പത്തിന് തട്ടാലിട്ട് ഇറുവലി എറുമ്പുക്കളും ഒക്കെ പോകാൻ. പിന്നെ ചൊക്കളപ്പം ഉണ്ടാവുമ്പോ ചൊക്കുണ്ടാവും മനുഷ്യന്. അലമത്തട്ട് വസൂരി അങ്ങനൊക്കെ ഉണ്ടാവും. വിഷയം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു. നമ്മുടെ നാട്ടിലെ അപ്പൊ അന്ന് വസൂരി എന്നുള്ളൊരു മാരകമായ ഒരു അസുഖം ഉണ്ടായില്ലേ? അതൊക്കെ ഓർമ്മയുണ്ട്. അന്ന് നിങ്ങൾ ചെറിയ കുട്ടിയാ? ചെറിയ കുട്ടിയ. പ്രായം 2 വയസ്സൊക്കെ കുറയും. ഞാൻ അന്ന് അവിടെ ഓതാൻ പോവുക. അന്ന് അപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മളെ 40 മരിച്ചു വെച്ചിട്ടുണ്ട്. 40 മരിച്ചു പറഞ്ഞ് ഒക്കെ ഏതോന്നും പഠിത്തം ഒക്കെ നമ്മളെ പഠിത്തം ഒക്കെ. 41-ാമത്താണ് രാമന് കരുകൂടി തോന്നിട്ടിന് ഒരു കാടി രാമനും അത് രസമുണ്ട്. ഒരു വൈകുന്നേരമായ പായസമായ ഒരാളെ കൂലിയും കൊണ്ട് ഉറപ്പറ്റിങ്ങാണ്ട് കുമോട്ടാൻ പോകും. എന്നിട്ട് ഉറപ്പറ്റിയിൽ അങ്ങനെ പോകും. ആ ദിവസം പോലെ അങ്ങോട്ട് ഒക്കെ കടായികളുണ്ട്. കടായികളെന്ന് പോരാ അതിപ്പോ നിങ്ങളെ ചെറുപ്പത്തിലാണ് വിഷയം. പിന്നെ അത് എങ്ങനെ നാട്ടിൽ നിന്ന് പോയത്? ഈ വസൂരി കുരിപ്പ് എങ്ങനെ ഇവിടെ നിന്ന് പോയത്? വസൂരി പോയത് പറയുകയാണെങ്കിൽ മഞ്ചേരി ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു, നാടൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നീക്കിയത് പിന്നെ ഇവിടെ ഉണ്ടായത് കേട്ടിട്ടില്ല. ദേവത്താമൂര്യ പാപ്പ പൈനാട് ഹോട്ടലുണ്ട് ഇറങ്ങാണ്ട്. പിന്നെ ദീനാനന്ദ പാപ്പ ഉണ്ടായിരുന്നു. മഞ്ചേരിയൊക്കെ മൂപ്പരായിരുന്നു. മൂപ്പര് അങ്ങനെ വന്നങ്ങാണ്ട് മൂപ്പര് കുരുമുളക് കുറെ പോങ്ങ കഞ്ഞിപ്പിട്ടു. എന്നിട്ട് അങ്ങനെ റാത്തീബും ചെന്ന് അങ്ങനെ നടക്കും. മൂപ്പരെ വലിയ ആൾക്കാരൊക്കെ പാടെ ആരേലും ഇതൊക്കെ ഇങ്ങനെ നടക്കുക മഞ്ചേരി. അതിന് മൂപ്പര് ഓരോ കുരുമുളകിൻ്റെ ഇതൊക്കെ ഇങ്ങനെ കുരുമുളകിൻ്റെ മണ്ണിങ്ങനെ മുല്ലിടും അടിപൊളിയൊക്കെ. അങ്ങനെയാണ് ആ വർഷത്തിൽ മഞ്ചേരി അങ്ങനെ പോയി. മീനൊന്നും കൊണ്ടുവരാൻ പാടില്ല. പിന്നെ മല്ലാം കൊണ്ടൊക്കെ കച്ചവടം ചെയ്തു. മീൻ ചന്തൊക്കെ അതങ്ങനെ പോയി. നമ്മളവിടെ ബീത്താമൂലൊരു പാപ്പ അതിൻ്റെ കൗശലം മീനൊന്നും കാണാൻ പാടില്ല, അഞ്ച് വിടാൻ പാടില്ല, മീൻ വിടാൻ പാടില്ല, മണക്കണതൊന്നും പറ്റില്ല. അപ്പോൾ മൂപ്പര വയസ്സിൻ്റെടുത്താണ് അറിയാം ഒരൈല. മഞ്ചേരി ഒരു കുതി ഒന്നൊക്കെ ഒരൈല. അങ്ങനെ അയില എന്തോരം വാങ്ങി കൊണ്ടുപോകുക. എന്നിട്ട് ആദ്യത്തിൽ പറഞ്ഞ പന്ത്രണ്ടും തറവാട്ടുകാരുണ്ട്. ആ ബെഡിത്തെ പാറ ആ വെള്ളത്തിൻ്റെ അതിൻ്റെ നേരെ അവിടെ നമുക്കത് പാറ ഉണ്ടായി. അതിന്മേലാണ് വിറകൊക്കെ പാടൊക്കെ ഒരു കൂട്ടി വെച്ചിരുന്നത്. ആൾക്കാരൊക്കെ പാടൊക്കെ കൂടിങ്ങാണ്ട് ഈ അയില ചുട്ടുക. വിറകൊക്കെ പാട ഒക്കെ ചുറ്റുവാങ്ങാതെ നൂറ് ഇതൊക്കെ ഉണ്ടാവും ഒക്കെ പാട. നായി അരി ഒരു മുടി വന്നൊക്കെ നായി അരി അങ്ങനെ കൊണ്ടുപോയി തേങ്ങാ ചോറും പൊട്ടി അതിലെ ചുട്ടും ചെയ്യാം. ഒക്കെ ചുട്ട് കൂട്ടിയിട്ട് അതിൽ പിന്നെ അവിടെ റാത്തീബും ഞാനും ഒക്കെ ഉണ്ടായിട്ട് ഒക്കെ മൗലൂദൊക്കെ കഴിഞ്ഞിട്ട് ഈ ചോറ് വെച്ചാൽ അതിലും നേതാവ്. എന്നിട്ട് കൊടിയൊക്കെ 4 കൊടി ഉണ്ടായിരുന്നു. ഇപ്പം വലിയ കൊടി. അപ്പം ആ കൊടി കുടിച്ചിട്ട് പോവുക. അപ്പം ആദ്യം പോലെ എവിടെയായിരുന്നു പൂമോളങ്ങൾക്ക്. പൂമോളാണ് ഇവിടെ ഈ നാടിൻ്റെ
ഒരതിർത്തി അവിടെ ചോറ് വെച്ചിട്ടാ പോകുക. ആ ചോറ് വെച്ചിട്ട് മൗലൂദൊക്കെ കഴിഞ്ഞാൽ അതിന് പോകുമ്പോൾ അങ്ങനെ ചെല്ലുമല്ലോ. അതിൽ പെണ്ണുങ്ങളാണുങ്ങളൊക്കെ ഉണ്ടാവും. പെണ്ണുങ്ങളുണ്ടാവില്ല, ആണുങ്ങൾ. അങ്ങനെ ചെല്ലി അങ്ങനെ പോയിട്ട് അവിടെ കൊടുത്തു. പിന്നെ അവിടുന്ന് ഇങ്ങനെ പോന്നിട്ട് ഭാര്യത്ത് ആലക്കാപ്പറമ്പത് അവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മുടെ ഇത് പള്ളിൻ്റെ ഇതിങ്ങനെ അവിടെ കൊടുത്തു. അങ്ങനെ പോയിട്ട് ബല്ലാർമൽ പറഞ്ഞ പള്ളിൻ്റെ എല്ലാപ്പെട്ടെ. പിന്നെ ഒന്ന് താട്ടപ്പറമ്പിൻ്റെ കുറച്ച് പുറത്തേക്കിപ്പോൾ അവിടെ പറയുകയാണെങ്കിൽ അയ്യൂറൊക്കെ പാർക്കുള്ളപ്പോൾ അവിടെ അവർ കുളക്കം കണ്ടപ്പോൾ അവിടെ എല്ലാം കിട്ടും. അതാണ് നാട് ചുറ്റി കൊടുക്കാറുള്ള ഒരുക്കൽ. അങ്ങനെ ഒരു പ്രാവശ്യം അവിടെ ഇത് അടങ്ങും ചെയ്തില്ല. 41 അടങ്ങും ചെയ്താറില്ല മാറി. പിന്നെ വസൂലിന്റെ അങ്ങനെ ഒഴിവാക്കി. അങ്ങനെയാണ് നമ്മളെ പുളിക്കൽ പാപ്പൊക്കെ പാപ്പയാണ് ഇവിടെ ഒരു ദേശന് ദേശന് വരാൻ ബാല്യക്കാരനാ നല്ല പാണ്ഡിത്യലാണ്. വയനാട് അങ്ങനെ കുറെ മഹാന്മാർ ബദ്യങ്ങൾ പാപ്പാനെ അവിടെ ഇപ്പോ കൊള്ളിടാൻ മകാമക ആ അത് എവിടെ പാർന്നലാളെ മരിച്ചിട്ടുണ്ട്. കുറെ ദൂരെ അവിടെ വയൻ്റെ ഒക്കെ പോയെന്ന ഒരു മാടുണ്ടായിരുന്നു. അതിന്മേലെ പാറ ഉണ്ടായിരുന്നു. അതിന്മേലെ ഒരു മരിച്ചിട്ടുണ്ട് ഈ തങ്ങള്. എന്നിട്ട് ഇത് കണ്ടിട്ട് എല്ലാ നാട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ മരിച്ചും കട്ടി കരിയൊന്നും കണ്ട് ഇങ്ങനെ കൊണ്ടുവന്നത് ഒന്നും പൊന്തൂല. അങ്ങനെ പറഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങളുടെ ഏതായാലും ആൾക്കാർ അന്നത്തെ കാരണന്മാരൊക്കെ പറയും പൊന്താനിട്ട് ഒഴിവ് മൂപ്പരെ കറാളം കണ്ടത് ഇന്ന പരിചനാട് നടക്കണം. അങ്ങനെ ഓര് ചെന്നപ്പോ അതാണ് മറയുന്നത് പരിചനാട്. അതാണ് വല്യങ്ങൾ പാപ്പ. ഇത് ഓരൊക്കെ അങ്ങനെ പഴയ കാലത്താണ് പറഞ്ഞു പോലെ പരിചനാട് ഇപ്പൊ നാടാണ് കാടാകും. പരിയങ്കാട് കാടാണ് ഇപ്പൊ നാടാകും. ഈ തങ്ങൾ പറഞ്ഞാണ് പോലെ പറഞ്ഞമാര് പരിയനാട് ഇപ്പോഴും കെട്ടുകൊണ്ടാണല്ലോ വലിയൊരു തുടരും വലിയ പരിയങ്കാട് നന്ന തണുപ്പ് പറ്റ കാട് കൊണ്ട് നന്നാണ്ടായി അങ്ങനെ വസൂര് അങ്ങനെ പോയപ്പോ നമ്മള് കഴിച്ചില്ല. പിന്നെ അതിന്റെ ശേഷം അങ്ങനത്തെ മാരക അസുഖം ഒന്നും വന്നിട്ടില്ല. പിന്നെ കൊറോണ അല്ലാതെ പിന്നെ അതിന്റെ മുമ്പൊന്നും വന്നിട്ടില്ല. പിന്നെ ഉണ്ടായിരുന്നു ചിലർക്കൊക്കെ ഉണ്ടായിരുന്നു പള്ളിന്ന് കോളറ. പിന്നെ അങ്ങനെ ഉണ്ടായി അതിലൊക്കെ 2ാം മുമ്പൊക്കെ മനസ്സിലാക്കണം. ഹോസ്പിറ്റൽ സംവിധാനം മഞ്ചേരി തന്നെ അവിടെ കൊണ്ടുപോയിക്കുക. അത് 2 ദിവസം പനിച്ചപ്പോൾ മരിച്ചത് 2 ദിവസം കൊണ്ട് മരിച്ചു മാറും. പിന്നെ പേടിയാണ് കാര്യമായിട്ട് ഒരു വിശ്വാസമാണ്. പേടി പറഞ്ഞാല് ഇപ്പൊ എനക്കുണ്ടെന്ന് വെച്ചാൽ ഞാൻ വന്നാല് ഇച്ചൊരു പേടിയില്ലാത്ത നീ ഉണ്ടാകും വെള്ളം മരിക്കും. ഇപ്പൊരു പേടിയില്ലാത്താൽ ഒരു കേട്ടില്ല നേരെ പോവോ പെട്ടു അപ്പറ്റും. എട്ടെങ്ങേറെന്ന് വെച്ചാൽ പിന്നെ അതെല്ലാം ജയിലിലൊന്നും കൊണ്ടുണ്ട് പട്ടണത്തോടെ എന്താക്കാം. ഞാൻ ഓടാൻ പോകാന്ന് ചേർന്നിൽ പറഞ്ഞ എന്നിട്ട് ഞാൻ അതിൽ ആഴ്ചയിൽ ഞാൻ വരുമ്പോൾ അവിടെ നിർത്തത് കാണാൻ പോകും. അവിടെ ഓരെ കാണാൻ പറയാൻ മക്കളും കാണാൻ. അതെന്താണ് ചെറിയതായി നന്നേ ചെറിയ കുച്ചായി നന്നേ അവിടുന്ന് ചായ സാധിച്ചാണ് ഞാൻ പോകുന്നത്. അപ്പം ഇവിടെ നാണിയുണ്ട് ഇനിയൊക്കെ ഉണ്ട് ഒടുമ്പാടില്ല. ഞാൻ ഇങ്ങനെ കുടുംബങ്ങളുടെ വന്നു അതൊക്കെ അടയ്ക്കാണ്. ആരും ഒക്കെ അടുത്തുണ്ടോ ഞാൻ കൊള്ളില്ല. ഞാൻ ചെന്ന് വിളിച്ചു പോകുമ്പോൾ ബാൻ്റെ ഇതിലാണ് മൂപ്പര് കത്തിരുന്നത്. പിന്നെ പറയണം ഞാൻ കൊണ്ടുപോയി പോകുന്നു. ഞാൻ കൂടുതൽ ഇവിടെ വന്ന് കണ്ടു പറഞ്ഞു ബാൻ്റെ ഇതൊക്കെ കത്തിരുന്ന എന്താണ്ട് പോയല്ലോ. ഞാൻ പോയൊക്കെ ചെയ്യുവാറുണ്ട്. പേടിയില്ലാറുണ്ട്. അങ്ങനെ ഓർമ്മിച്ചിങ്ങനെ നല്ല ഓർമ്മയുണ്ട്. പകരും ഓരോ പൊട്ടാ പകരുന്ന പറയണം.
ഇതിങ്ങനെ ഭയങ്കര വേദന ബെല്ലിൻ്റെ ഉള്ളിൽ പൊന്തുക അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പൊന്തിട്ട് മരുന്നൊന്നും ഇല്ലല്ലേ ഇതല്ല ഡോക്ടർമാർ വന്ന് നോക്കിയാ ആരുണ്ടോ അതൊക്കെ ഡോക്ടർമാരും വേണ്ടതൊക്കെ അല്ല വൈദ്യന്മാരും ഇല്ലേ അന്ന് വൈദ്യന്മാർ പറഞ്ഞൊരു വൈദ്യന്മാരുണ്ടെന്നല്ലാണ്ട് അതിനൊന്നും അങ്ങനെ ഇതൊന്നും ഇല്ല ഇവന്റെ ഒന്നൊരു വിശ്വാസിയാണ് അപ്പൊ അതിന്റെ കളാമത്തതിനപ്പം മഞ്ചേരി വീരാണിന്റെ പാപ്പ നിർത്തിയാർന്നില്ലേ ഇവിടെ ഇസ്ലാമോചാരി നിർത്തിയാർന്നില്ലേ അങ്ങനൊക്കെ ഇതൊരു നല്ലാതെ കളാമത്ത് അന്നത്തെ ഒരു ഇപ്പത്തെ ഒരുപാട് മാറ്റല്ലേ വർഷത്തിൽ അങ്ങനെ ഉണ്ട് നിങ്ങള് ആരാ കണക്കിന് കോടി കണക്കിന് ഞാൻ വരാറുണ്ടല്ലോ ഇപ്പൊ മഞ്ചേരി വിളിച്ച് പറഞ്ഞുകൊണ്ട് ഉണ്ടാവില്ല അത്ര ഇതാണ് ആ സാധനം നമ്മളെ 41 പോയി കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ട് കുട്ടികൾക്കും ഉണ്ട് അപ്പൊ അതില് ശരിക്കും നല്ല മൂല്യം നമ്മളവിടെ മൂല്യന്മാരാണ് നമുക്ക് തോന്നുന്നത് നാട്ടിൽ 1-2 മൂല്യം ഒന്ന് നമ്മളെ കൂകല്ല കൂകലിന്റെ പേരികാക്കാൻ്റെ മുന്നിലാക്കാൻ്റെ കാരണം കൂകെല്ലാം മണ്ടാക്കാറില്ല അവർ മണ്ടാക്കെ അത് കഥീസുകുട്ടിലെ പൊടുക്കല പാപ്പാൻ്റെ മാടെ കെട്ടിയിരിക്കുന്നത് മാമുണ്ടിയുടെ ഒക്കെ പെണ്ണുകൾ കഥീസ കുട്ടി അതിൻ്റെ കുട്ടിയാണ് ഇപ്പോൾ പിന്നെ കുഞ്ഞാടുമ്മ എന്താ പറയുക ചിലരിപ്പോൾ കുഞ്ഞാനുണ്ട് ഉമ്മ അതിൻ്റെ ഒരു കുട്ടീൻ്റെ ഉണ്ടായിരുന്നു പെൺകുട്ടി അതിൻ്റെ കുട്ടിയാണ് അപ്പം ആ മൂല്യം ബസ്സില്ല അത് പിന്നെ ഈ രാമൻ പറഞ്ഞ ഒഴുകൂന് 41-ാമത്തതാണ് ഓവന് നമ്മുടെ ഇവിടെ മുത്താപ്പുണ്ട് ഇവിടെ നിന്റെ പാലിന്റെ കാരണത്തിൽ ഒന്ന് പുട്ടുകളുടെ മമ്മദ് കാക്കാട് അത് നെയ്യാക്കാൻ്റെ ഒക്കെ വാർത്ത പിന്നെ ഒന്ന് കരുവുള്ള മഡ്ഡാക്കാം പിന്നെ ഒന്ന് നമ്മളെ അമ്മക്കാക്കാം ഇവർക്കൊക്കെ ഉണ്ടായിട്ടും കിട്ടും അപ്പൊ ഒരു 4 ആള് കൂലിങ്ങാനാണ് എന്നെ കൊണ്ടുവന്നിട്ട് വസൂരിയാലും പോയില്ല. പിന്നെ നമ്മളെ നാട് ഇപ്പൊ അന്ന് കല്യാണങ്ങളൊക്കെ വലിയ ആഘോഷമായിട്ട് നടത്തില്ല. കല്യാണം എന്ന് പറഞ്ഞാൽ ആഘോഷം വലിയ ആഘോഷമൊന്നുമില്ല. അതെ, അന്ന് രാത്രി കല്യാണം അതിന്റെ അനുഭവം എങ്ങനെയാണ് ഇപ്പൊ സംഭവം ഉണ്ടായത്? രാത്രിയിലെ കല്യാണം ഉണ്ടാക്കുള്ളൂ, ബുധനാഴ്ച കല്യാണം നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ബുധനാഴ്ച ഉണ്ടാക്കൂല കല്യാണം ഒന്നും ഉണ്ടാക്കൂല. നമ്മൾ ചന്തയാണ് പോവും, അപ്പൊ ഇന്ന് രാവിലെ പോവും, വൈകുന്നേരം പോവും. ബുധനാഴ്ച അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവില്ല. ഇല്ല, അപ്പൊ പിന്നെ കല്യാണത്തിന്റെ എങ്ങനെ വിഷയങ്ങൾ ഉണ്ടായാല് പിന്നെ രാത്രി കല്യാണം ഉണ്ടാകുക, പാട്ടൊക്കെ ഉണ്ടാവും. ആ പാട്ട് പെണ്ണുങ്ങള് വേറെ പട്ടം വെച്ച് പാടും, ആണുങ്ങൾ വേറെ വട്ടപ്പാട്ടൊക്കെ. വട്ടപ്പാട്ട്. പുതിയ പോകുമ്പോ പെണ്ണുങ്ങള് പുതിയൊപ്പം പാടും. ഒക്കെ നടക്കുക. വെള്ള പര്യങ്ങളും വെള്ളാങ്കട്ടൊക്കെ നടക്കണ്ടേ. കുരുക്കുകാരന് വേണ്ടിട്ട് വന്നതാ നമ്മള് കുഞ്ഞുമാട് കറികളുടെ ചെറുതൊക്കെ പെങ്ങളെ മാളാളപ്പോ ഉമ്മ 2 ബാപ്പൊന്നും ആഴ്ചയുടെ ആളല്ലേ കുരുക്കുകാരൻ കെട്ടി അമ്മക്കാട്ടിൽ കെട്ടിക്കൊണ്ട് അവർക്ക് പാട്ടും പാടി നടന്നു പോയാലുണ്ട്. ഒരു കാട്ടിലേക്കുണ്ടാവും. 10-50 പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഒരു കാട്ടിലേക്കുണ്ടാവും. അതിനങ്ങനെ പോകും. അന്ന് രാവിലത്തെ നോക്കും കാര്യം. രാവിലത്തെ അങ്ങനെ പാട്ടൊക്കെ പാടി കൊണ്ടുപോകില്ലേ. അന്ന് ഭക്ഷണം എന്തൊക്കെയാണ്? ഭക്ഷണം വെറും ചോറ് തന്നെ. വെറും ചോറും ഉണ്ടാവും. അതിക്ക് കുറച്ച് കുമ്പളങ്ങ മുറിച്ചിടും, ഒരു 2 കിലോ ഇറച്ചി ഉണ്ടാവും. വലിയൊരു കല്യാണം അത് നമുക്ക് കഴുകി കുമ്പളങ്ങൊക്കെ ചേനയൊക്കെ പഴച്ചങ്ങാണ്ട് നിൽക്കാറുണ്ട്. അത് ഇങ്ങനെയാണ്ട് പാടും. ചെറിയ കുമ്പളങ്ങ കൂടുതൽ ഇറച്ചി പോകാനുണ്ടാകാൻ വേണ്ടി ഇങ്ങനെ കല്ലുകൊണ്ട് ഇങ്ങനെ വരും. അത് കല്യാണം കിട്ടുന്നുണ്ടാവില്ല. ബാൻഡല്ല പപ്പടം നടന്നു കൊണ്ടിട്ട് ഇറച്ചി ഇങ്ങനെ ആകെ കജ്ജായിട്ട് എല്ലാവരും താമരത്തിലേക്ക് പോകാറില്ല. ഈ ചോറ് വെള്ളം വെച്ച വലിയ നിങ്ങളല്ല പിന്നെ മൈസൂരിന്റെ ഈ ഇല ഉണ്ടാവുന്നുണ്ട്. ഒന്നായിട്ട് വെക്കുക.
അതിൽ 10 ആളും 12 ആളും ഒക്കെ ഉണ്ടാവും ഒരു വട്ടത്തിൽ. അപ്പോൾ ഒരു വട്ട ആ നിങ്ങൾ വരുന്നത് ഞാനും വരും. അങ്ങനെ എല്ലാവരും ആ എലിന്നൊക്കെ ഒക്കെ വട്ടത്തിൽ ഇപ്പൊ പാലിയല്ലേ ഇടുക. ആ ഉണ്ടാവും 5 ആളും കുത്തിറക്കുക. ഇവിടെ ഒരു വട്ടത്താ അവിടെ വട്ടം അവിടെ വട്ടം അങ്ങനെ വട്ടം. ആ ഇതൊക്കെ വെച്ചിട്ടുണ്ടാവും. ഇതങ്ങനെ പാരുക. മോരിന് വലിയ കണം കേട്ടുണ്ടാവും. അവിടെ വിരൽ വെക്കും. അതുകൊണ്ട് ഇങ്ങനെ മുക്കിയിട്ട് ആ വിരലുണ്ടാക്കും. അപ്പം ചിക്കൻ പാരുക മോര് കണ്ടോണം. ആ വേറെ പാട്ടത്തൊന്നുമില്ല. ആ ഒരുപ്പം ആ വളമ്പണോൻ അങ്ങനെ പോയി ഇറച്ചി ഒരുപ്പൻ അങ്ങനെ പപ്പടം ഒരുപ്പം കൊടുക്കുന്നുണ്ട്. ആ ആദ്യം ബാൻഡനാണ് ചപ്പയിൽ അരിഞ്ഞ് തേങ്ങാപ്പൂളും നല്ലോണം നല്ലോണം നോക്കി വെക്കും. തലേ ദിവസം തന്നെ പരിപാടിയൊക്കെ. എന്നിട്ട് അത് കൊടുത്തിട്ട് ചിലർക്ക് കഴിവില്ലാത്തതൊക്കെ കുറച്ച് ഭാരിട്ടാണ് ഉണ്ടാവും. നല്ല കഴിവിലുള്ളതൊക്കെ ആണെങ്കിൽ വെള്ളപ്പൊട്ടുണ്ട്. അതില്ല ഇതല്ല വെറുംചോറ് പുതിയാപ്പട് പിന്നെ നെയ്ച്ചോറ് വെക്കും. അത് പണ്ടേ ഉണ്ട്. അത് ചെറിയ പുതിയാപ്പ അതിന്ന് നെയ്ച്ചോറ് അതുപോലെ പെണ്ണിന്റെ വരിക്ക് വരും. അന്ന് കുറെ പുതിയാപ്പന്റെ ആൾക്കാരുണ്ടാവും. വേറെ ഒരു 5 ഓനല്ല 8 ആളാ. ഓന്റെ ചങ്ങായിമാര് അറിയാം. ഒരു പുതിയാപ്പള ഓന്റെ ചങ്ങായിമാർ. നെയ്ച്ചോറും പരിപ്പ് കൂട്ടാന് പപ്പടം പൊരിച്ചത് കോഴി പൊരിച്ച കോഴി ഒരു കോഴി ഉണ്ടാവും ഒരു വട്ടത്തില്. ആകെ 2 വട്ടം ഉണ്ടാവുള്ളൂ. അതിന് 2 അതന്നെ കരിഞ്ഞു കോഴിക്കാണ് കാരണം വലിയൊന്നും ഉണ്ടാവില്ല. ആ ഇറച്ചി ഉണ്ടാവും. സക്കാരത്തിനാണ് മറ്റത് കല്യാണം അങ്ങനെ. അന്ന് കല്യാണത്തിന് ചോറ് വെച്ചാല് പുതിയാപ്പനും പുതിയനും ഒക്കെ വന്നത് പുതിയാപ്പള വന്നെങ്കിൽ ആണുങ്ങൾ ചോറ് കിട്ടും. വൈകുന്നേരം വീട്ടായ പിന്നെ ഒരു പുതിയാപ്പള എപ്പോഴും നേരം വെക്കാൻ കാലമല്ല കുത്തിരിക്ക ഒക്കെ കാട്ട് ഒറ്റ ഒന്ന് പോവില്ല. ഒന്നും ഉണ്ടാകത്തില്ല. ആ കഞ്ഞി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും വെക്കാര്. ഒരു കോഴി എന്നൊക്കെ പറഞ്ഞ് തിന്നാൻ കൊണ്ട് എന്നിട്ട് കൊപ്പ കഞ്ഞിണ്ടാണ് കുറച്ച് 2 എല്ലപ്പോഴും ഒന്ന് നേരെ ചൂടാക്കണം. നേരെ കൊണ്ട് അൻപൂട്ടിയാക്കാം. ആറ്റില മേൻപൊക്കെ പറഞ്ഞില്ല. നരക്ക് പിന്നെ കുഞ്ഞിപ്പാൻ്റെയൊക്കെ ബാപ്പ ഒന്ന് പിന്നെ ഒന്ന് അൻപൂട്ടിയാക്കാം. ഓരോ കാരണമില്ല അന്ന് വെപ്പാര്. പിന്നെ അക്കറന്നര അൻപൂട്ടിയാക്കാം. പിന്നെ ഒന്ന് കുഞ്ഞാക്ക തോട്ടുകളിൽ വലിയാക്കാല വിട്ടേ. ഇങ്ങനൊക്കെ ഓരൊക്കെ നല്ല ഓരൊക്കെ നല്ല കാരണന്മാരെ ഓരാണ് ഒക്കെ ഉണ്ടാവും. ആണുങ്ങൾ വേറെ വട്ടം വരുന്നതിന് എതിരൊക്കെ ഉണ്ടാവും. പൂജാപ്പലിനെ എതിരേക്കാൻ ചെല്ലുക. പൂജാപ്പള അമ്പിടുന്നാണ് പാടിച്ചില്ല. അതിൽ തോറ്റാ പിന്നെ ഭയങ്കര കച്ചവടമൊക്കെ ഉണ്ടാവും. അപ്പൊ വരും പാട്ടാണ് പാടുക. പിന്നെ മറുപടിയാണ് പാടുക. മത്സരം. അപ്പൊ അതിനനുസരിച്ച് ബദല് മറ്റൊരു പാടും. അത് പാടി കഴിഞ്ഞാൽ അപ്പം പിന്നെ പാടും. ഇപ്പം 12 കാരണം അങ്ങനെ പൂച്ചപ്പോയില് മാടുവിനെ കെട്ടിച്ചന്ന് നേരം വെളുക്കാൻ രാത്രിയിലെ കല്യാണം. ചടങ്ങാൽക്കാർ വലിയ പാട്ടുകാരാണ് പറഞ്ഞു. ഇവിടെയും വലിയ പാട്ടുകാരാ. ഒന്ന് അമുഖാക്കാം തിരുമങ്ങര, ഒന്ന് അജനേജിയാക്കാം. ഇപ്പം സലാന്തിയൊക്കെ ബാപ്പ. പിന്നെ ഒന്ന് അഞ്ചിക്കാടും ഔതാക്കാം. ഒന്ന് ചെലപ്പത്തിലാവും നൂറ്റിയാക്കാട് പൈലിനാട്ടിൽ നിന്ന് കൊണ്ടുവരും. അങ്ങനെ കുറേ ആളുണ്ടാവും. ഒരു മനുഷ്യർക്ക് പാടിയിട്ട് തോറ്റു. ഇവിടുന്ന് എതിർക്കാൻ കിടങ്ങായിക്ക് ഒരു എന്നിട്ടാണ് തോറ്റിട്ട് ഭാഷ നിർത്തി വലിയ ആൾക്കാരൊക്കെ കാരണം വരെ ബൈലും കുത്തി ഇങ്ങനെ അവിടുന്ന് ഇറങ്ങാണ്ട് ഒരു ബൈക്കൊക്കെ എടുത്തിട്ട് അയച്ചിട്ടുണ്ട്. അതിൽ പോയിട്ട് പന്തല് നേരം വെളുപ്പ് വെയിൽ വിട്ടിട്ടാണ് ഒരു പുതിയൊപ്പം വന്നതൊക്കെ മടങ്ങി പോയത്.
ഒക്കെ രാജ്യം അന്നൊക്കെ അറിയില്ല. ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ കാര്യം ഇപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് സൗകര്യങ്ങൾ വണ്ടിയാണെങ്കിലും ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അന്നിപ്പോ ബാത്റൂം ടോയ്ലറ്റ് പോലെ കക്കൂസ് പോകാൻ എവിടെ ഇല്ലല്ലോ. അന്നൊക്കെ എന്താ അന്നൊക്കെ കാടും കൊണ്ടല്ലേ എവിടെയാണെങ്കിലും അത് പോവുക പോവുക, ആണായാലും പെണ്ണായാലും പോവുക കാട്ടിൽ. അന്ന് മടിയും കാര്യങ്ങളൊന്നും ഇല്ല, പോവുക കാട് അത് കാണൂല. ഇവിടെ ഇപ്പോൾ പോയിക്കളി പതിനാട്ടെങ്കിൽ എന്നാൽ പിന്നെ അറകാകും. ഇവിടെ എവിടെ കയറുക എടാ പെരന്തേരിയൊക്കെ ഇങ്ങനെ കുറച്ച് അതൊക്കെ ഇപ്പൊ വന്നിട്ടുള്ളൂ. ആ ഒക്കെ ഇപ്പം വന്നത് കക്കൂസ് ചൂടാക്കുന്നത് എവിടെ ഒരു കക്കൂസല്ല ചൂടാണ്. പിന്നെ ഇതൊക്കെ പഠിച്ചു കറണ്ട് ഇപ്പൊ വന്നില്ലേ? ഇല്ല, നമ്മുടെ നാട്ടിലൊക്കെ കറണ്ട് വന്നിട്ട് പിന്നെ സുമാറ് പത്രേ പറയാൻ പറ്റുള്ളൂ. ഒരു 30-35 കൊല്ലം 40 കൊല്ലം അതിൻ്റെ അങ്ങോട്ടല്ല അങ്ങോട്ടല്ല അങ്ങോട്ടാണ് ആദ്യം വന്നത്. നിലമ്പൂര അവിടെ വന്ന് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ മഞ്ചേരി മലപ്പുറം ഇങ്ങോട്ട് വന്നത്. നിലമ്പൂരിനാണ് കറണ്ടില്ലാത്തൊരു അവസ്ഥ വല്ലാതെ. നമുക്ക് ഇപ്പോഴത്തെ കാലത്തിന് കറണ്ട് പോയാൽ നമുക്ക് പലതും മുടങ്ങി. അന്നിപ്പോ കറണ്ട് ഇല്ലാതെ ജീവിച്ചല്ലേ? ആ അല്ല അന്ന് അതെന്നെ പറ്റി. ചൂടൊക്കെ ഉണ്ടാവുമ്പോ എന്താ ചെയ്യാ? അതിന് ചൂടില്ലാക്കാട്ട് ചൂടില്ല. നമ്മളിവിടെയൊക്കെ നെല്ല് ഉണക്കാനേ ഭൂമി ഇങ്ങനെ നിൽക്കുമ്പോൾ എകർക്കടുന്ന് വല്ല പറക്കണ്ടോട്ട് അതിൻ്റെ മുകളിൽ പാലൊക്കെ ഇല്ല. നിലത്തുനിന്ന് പൂല് കയറില്ലേ. ഇപ്പോൾ ദാർപ്പായി അവിടെ തരച്ച് വെക്കുന്നുണ്ട്. ദാർപ്പായിട്ട് ആ ദാർപ്പായിൻ്റെ അടി തന്നെയുണ്ട്. നമ്മൾ നിൽക്കുമ്പോൾ എവിടുന്നാണ് വരുന്നത് മണ്ണുണ്ട് എന്നാൽ അതിന് അക്കാലത്ത്. അന്ന് വേനൽക്കാലത്തും ചൂടില്ലേ? കുറവാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ ചൂടും കൂടി ഉണ്ടാകുന്നത് നമ്മളിപ്പോൾ ചവിട്ട് നിർത്താൻ നമുക്ക് വലിയ ചൂടില്ലല്ലോ. പുറത്തു നിന്നാൽ തന്നെ ചൂടില്ല. കാലങ്ങൾ ഒരുപാട് മാറ്റം നമുക്ക് കൃഷിക്ക് തന്നെ. ഞങ്ങളൊക്കെ കുട്ടികളെ അന്നത്തെ സമയത്തിന്റെ വർക്കത്തും ഇന്നത്തെ സമയത്തിന്റെ വർക്കത്തിന് മാറ്റം മാറ്റമുണ്ട്. നിങ്ങൾക്ക് അനുഭവം ഉണ്ട്. അന്നൊരു ദിവസം കഴിഞ്ഞാൽ പണിയുന്നു, ഇന്നൊരു ദിവസം കഴിഞ്ഞാൽ പണിയില്ല. ഇല്ല. അപ്പൊ റസൂല് പറഞ്ഞ മാതിരി ആഴ്ചകൾ ദിവസങ്ങളെ പോലെ വന്നു അല്ലേ? അത് വന്നു. എനിക്കെന്ന അനുഭവമുണ്ട്. നമുക്ക് പക്ഷെ സമയമില്ല. അഥവാ ഒരു ദിവസം 1 മണിക്കൂറിന്റെ മാതിരി. അതെ അതന്നെ. 1 മണിക്കൂർ സെക്കൻഡിന്റെ മാതിരി അത് ഒരു യാഥാർത്ഥ്യം അല്ലേ? പണ്ട് ഒരുപാട് സമയം പണ്ട് ഒരുപാട് എല്ലാത്തിനും സമയം ഉണ്ടായിരുന്നു. ഒന്നിനും സമയം കിട്ടുന്നില്ല. വെള്ളിയാഴ്ച കഴിഞ്ഞ അടുത്ത വെള്ളിയാഴ്ച വെള്ളിയാഴ്ച കഴിഞ്ഞ എത്ര പെട്ടെന്ന് വെള്ളിയാഴ്ച. അപ്പൊ ആ ഒരു മാറ്റം അനുഭവിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ചോദിക്കട്ടെ, നമ്മുടെ നാട്ടില് ഇപ്പൊ ഡ്രൈവർമാർ ഇപ്പൊ ഡ്രൈവിംഗ് അറിയാത്ത ആരുമില്ല. അന്ന് നിങ്ങൾക്ക് ഇവിടെ അടിച്ചത് നമ്മൾക്ക് ഡ്രൈവറായിക്കാണ്. ഇപ്പൊ നല്ലൊരു മൂസർ ഡ്രൈവറാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരാളായിരിക്കും. അത് അക്കന്നതായിട്ടൊരു വാപ്പ, കുഞ്ഞാപ്പൂന്റെ വാപ്പ. കുഞ്ഞാപ്പൂ രണ്ടാമത്തെ പെണ്ണുങ്ങൾക്ക് മൂപ്പരാണ് നടാടെ വേട ഭാര്യൻ്റെ എൻ്റെ ജോലി ഉണ്ട്. അതിൽ കഴിയേണ്ട എല്ലാം പറഞ്ഞിട്ടാണ് അങ്ങനെ പോയി. ഡ്രൈവറുമായിരുന്നു, കഴിയേണ്ടതുമായിരുന്നു. പിന്നെ കല്യാണ കമ്പി എഴുതാൻ വല്ല കല്യാണം ഉണ്ടായാൽ എഴുതാനിപ്പോൾ നമുക്കിപ്പോൾ ഒരു 50 ഉറുപ്പ്യൊക്കെ കിട്ടുള്ളൂ. ഒരു കല്യാണം ഉണ്ടാക്കിയാൽ 50 ഉറുപ്പ്യ 4 അണ 8 അണ വലിയ സംഖ്യക്കാർ ഒരു ഉറുപ്പ്യ വിടും. 4 അടക്കം ഉണ്ടാവുള്ളൂ. ഒരു ഉറുപ്പ്യ 8 അണ 4 അണ കൂട. അത് കമ്പി എഴുതാൻ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ വലിയ പരിപാടി പറഞ്ഞാൽ ആ ഒരാൾ എഴുതിയാൽ പിന്നെ ഓരോ താഴെ അങ്ങനെ എഴുതുക. പിന്നെ മരുന്നന്മാർ പറഞ്ഞാൽ ഒരാളെ തിരക്കിട്ട് എഴുതും. എൻ്റെ കീഴ്പ്പെട്ട അങ്ങനെയാണ് അന്ന്. അതിന് എഴുതാൻ ആരെങ്കിലും പഠിച്ചവരാരെങ്കിലും ഉണ്ട് ഒന്ന് ഇവിടെ അക്കന്നല്ലാക്കാൻ കുറച്ച് നല്ലതൊക്കെ കുറച്ചൊക്കെ പഠിച്ചു. 2ാം ക്ലാസ് 1ാം ക്ലാസ്സൊക്കെ പഠിച്ചു. ഏതായാലും അന്ന് അത് പഠിച്ചാൽ മതി. മൂപ്പര് ഒന്ന് കൊടുത്തില്ല. ഞാൻ കണ്ടു ചെയ്താൽ മുന്നേ വിളിച്ചാൽ മരണ വിവരങ്ങളൊക്കെ അറിയാപ്പോ. ഇപ്പൊ ഇന്ന് നിങ്ങൾ ആലോചിച്ചു ഒരു ഫോണാണ് ടൈപ്പ് ചെയ്താൽ എല്ലാവരും അറിഞ്ഞു. അന്നിപ്പോ ഒരു മരിപ്പുണ്ടായപ്പോ കോഴിക്കോട്ടേക്ക് ഒരാൾ എങ്ങനെ അറിയിക്കും? അതോ അതങ്ങനെ പറഞ്ഞു പോകുന്ന നിലമ്പിന്നിപ്പോ സമയം വെക്കൂലേ? വെക്കും ദിവസങ്ങളാവൂലേ?
അല്ലാതെ മാർഗമല്ല, ഒറ്റ മാർഗമല്ല, ഒറ്റ മാർഗമല്ല. പിന്നെ അങ്ങനെ പിച്ചുകൊണ്ടിരിക്കണം. വരുന്നുണ്ട് ഈ കഞ്ഞി വെക്കല് കഞ്ഞില്ല, കഞ്ഞില്ല. എന്താണ് കഞ്ഞി? അതിപ്പോൾ പരിയങ്കാട്ടുന്ന മജത്ത് കൊണ്ടുവന്ന് പതിനാട്ടിൽ കയറണം. പരിയങ്കാട്ടുന്ന അപ്പം എത്ര വരണം. അപ്പം ബൈക്കൽ വെച്ചിട്ട് പിന്നെ കഞ്ഞൊക്കെ കുറിച്ച് അവള് പോരാ. എന്നിട്ട് ബൈക്കലൊന്ന് വെച്ച് കുഴക്കൊക്കെ മാറിയിട്ട് പിന്നെ മജത്ത് കൊണ്ടുവരാം. ആ വീട്ടിൻ്റെ മുന്നീവും അതാ പറയുന്നത്. അപ്പം അതിനാണ് ആ കഞ്ഞി ഉണ്ടാക്കാൻ. അല്ലാതെ അല്ലാതെ അതിനൊരു മാമൂലായിട്ടൊന്നുമല്ല, കഞ്ഞിണ്ടാവുന്നില്ല. അതിതാണ് ക്ഷീണം മാറ്റാൻ. ഞാനോ? ഞാൻ വൈകുന്നേരം കഴിഞ്ഞല്ലേ ഞാൻ വീട്ടിൽ. അന്നിപ്പോ ഇറച്ചി അങ്ങനത്തെ മനുഷ്യന്മാരില്ല, 4 ദിവസം കൂടുമ്പോ കോഴി അങ്ങനത്തെ മനുഷ്യന്മാരില്ല. അന്നിപ്പോ അതൊന്നും ഇല്ലല്ലേ? അന്ന് ഇറച്ചി അറിവുണ്ട്. ഒരു മാസം കഴിയുമ്പോഴോ അതിൽ 15 ദിവസം പട്ടിയും പാലും ഒക്കെ ഇത് പോവുകയല്ലേ ഒക്കെ ഒന്നായിട്ട്. അന്ന് ഇറച്ചിക്ക് 6 അന്ന 16 അണമാണ് ഒരു ഉറുപ്പ്യക്ക്. 16 അല്ല. അതാണ്. പിന്നെ പോയി 1 കിലോന്നല്ല 12 ഫലം 2 കിലോത്തിന്റെ മുകളിലൊക്കെ ഉണ്ടോ. അല്ലല്ലേ വെള്ളിക്കോലുമ്പോ തൂക്കുക. അതിന് അക്കർമ്മനുണ്ടായിരുന്നത് വെള്ളിക്കോല്, അരച്ചു വെക്കാനെ കൊണ്ട് ചെറിയൊരു വെള്ളിക്കോല് ഇത്ര ഉണ്ടാവും. മറ്റേ 1500 പറഞ്ഞ വലിയ കോല്, അത് 18 കിലോ ഉണ്ടാവും ഒരു കിടാം. ഇതിന് 16 ഉണ്ടാവുള്ളൂ. ഇതിനെ അരച്ചു സ്ഥാനത്താവും. അതിനുള്ളൂ. അതിന് 5 ഉറുപ്പ്യക്ക് 10 ഉറുപ്പ്യക്കൊക്കെ അല്ലേ ഒരു മൂല്യമൊക്കെ കിട്ടുക. പിന്നെ ഇവിടെ പിന്നെ മരുതക്കോടിലെ അയമുഖാക്കാറ്, മരുതക്കോടിക്കാരെ അയമുഖാക്കാൻ്റെ ഒരു കൂളം പോത്ത്, വലിയ പോത്ത്. ഞങ്ങളൊക്കെ അന്ന് ഈ ചടങ്ങനെ കാണുന്നുണ്ടോ കർണാടകത്തിലും പോകുന്നുണ്ട്. ആ കാലത്ത് ഒരു കൂളം പോരുന്ന 10 ഉറുപ്പ്യക്കാണ്. വലിയ കൂളം പോരുന്ന 10 ഉറുപ്പ്യക്ക് മരുതക്കോടിക്കാരൊക്കെ അല്ല 10 ഉറുപ്പ്യ. അതിനെ കൊണ്ട് കേട്ട് 2-3 ആളൊക്കെ കയറിട്ട് പിടിച്ച് കൊണ്ടുവന്ന് മണ്ടാക്കാൻ്റെ തിര വെക്കണം. ഇപ്പോൾ അങ്കലവാടിയാക്ക് അവിടെ അമ്മ കാണുമ്പോൾ ഒന്ന് തിരയൊന്നുമില്ല, എവിടെയില്ല. അത് നിസ്കാരപ്പള്ളി അമ്മയാണ് പാർന്നത്. ആ ചെറിയ നിസ്കാരപ്പള്ളി അമ്മയാണ് അത് ചുരുക്കണം. എന്നിട്ട് അതിൻ്റെ നേരെ കുറ്റിപ്പൊളി ഉണ്ടെന്ന് അവിടെ. ആ തിരക്കൊക്കെ പകുതിച്ചും പോടും അവിടെ ഒരു നിരന്ന തരുന്നുണ്ട്. അവിടെ കൊണ്ടുപോയി പോകുന്ന കൊണ്ട് അവിടെ കെട്ടി ഉറക്കും. അത് കുഴലിലെ മലമ്പുഴയിലാർക്ക് അത് പ്രധാന കെട്ടി തന്നെ വിളിക്കാം. മൂപ്പരാണ് ഇവിടെ ഇടുന്നത്. അതിൽ ആർപ്പിട്ട് വിട്ടാണ് പോകുന്നുണ്ട്. ഒക്കെ കൊട്ടയും പാടയും ഒക്കെ എനിക്ക് ഇല്ലാണ്ടത്. ഒക്കെ അറുത്ത് ഇറച്ചി എല്ലാം കരുമാകും, ഒക്കെ എല്ലാം മുറിച്ച് ഓരോ കണ്ടം തന്നെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഓടിച്ചിട്ട് ആദ്യം തിന്നൊന്നും കിട്ടില്ല. കല്യാണത്തിന് പറഞ്ഞമായി ഒരു കിടക്കുന്ന അങ്ങനെ ഓരോരുത്തരുടെ പേര് വിളിച്ച് അങ്ങനെ കൊടുക്കുക. 12 വില അടച്ച്. അത് കന്നിമാസത്തിനാണ് ഈ കറങ്ങായി. കൊയ്യിലാമത്തെ വല്ല അല്ല വാങ്ങല. അപ്പം ഒന്ന് വാങ്ങും, കായ് കൊടുക്കല്. ചിലര് 10 അടക്കം വാങ്ങിക്കഴിഞ്ഞ് ഒരാളാണ്ട് അടക്കം തന്നെ അപ്പം കായ് കൊടുക്കും. അതൊക്കെ അന്നേ കൊടുക്കുള്ളൂ. കായ് വേണ്ടേ? അങ്ങനെയാണ്. അപ്പം ഇത് അർത്ഥങ്ങളെ വിട്ടിരുന്നാണ് മുമ്പിൽ ഇറങ്ങി. അവിടെ ഉച്ചത് അങ്ങൊക്കെ പോയി. 60 ശരിയായില്ല കൂട്ടിന് 60 ശരിയായിട്ടില്ല. മൂപ്പര് പറഞ്ഞു. മൂപ്പര് കുറച്ച് അത് ശരിയായിട്ടാണ്. അപ്പം എന്തായാലും അപ്പം അതിൻ്റെ ഒരു ഞരമ്പെണ്ണം വരെ അതാച്ചിട്ടില്ല. കൂട്ടിനെ വിളിച്ചിട്ട് നോക്കാൻ പറ്റും പറ്റൊക്കെ തോന്നും. അതാണ് അത് പൊട്ടിക്കതിങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അത് അന്ന് അറിഞ്ഞൂര് പന്ന് ഉണ്ടോ 12 അന്ന് കുട്ടികളൊക്കെ ഉണ്ടോണ്ടില്ല. അന്നാണ് അതേമാതിരി കയ്പമുറ്റ തമ്പിയേന് വലിയൊരു അരിപ്പളാപ്പോത്ത് പറഞ്ഞ ഗ്രൂപ്പുണ്ട്. അതിന് മാപ്പിളറൊക്കെ കൊണ്ട് അത്തോടി അങ്ങനെ 30 ആര് പറഞ്ഞാലും വലിയ പോത്ത്. അതിന് മാപ്പിളർ കൊണ്ട് അത്തോടി പറഞ്ഞാൽ തമ്പിയ ഉണ്ടായിരുന്നു. ഇതൊക്കെ മൂപ്പൻ്റെ നമ്പിയണ്ട ഒന്നിലായിരുന്നു.
റബ്ബർ തോട്ടം രണ്ടൊക്കെ കുമങ്ങളൊക്കെ റബ്ബർ കൊണ്ട് ഇറക്കിവിടുകയാണ് കൊണ്ട് അറുത്ത് അല്പം മുതൽ കൊണ്ടിറക്കുക അത് നേരെ പാപ്പ ഇറക്കുക അപ്പം ഇതിന് ബന്ധം പോയിട്ട് പോട്ടല്ല നേരെ പാപ്പറിനെ മികുട്ടാക്കാൻ കോയാപ്പാക്കാൻ്റെ ഒക്കെ പാപ്പ അടുത്തെങ്ങാണ് നോക്കുമ്പോൾ ആ പറഞ്ഞ കാര്യമല്ല അവിടെ കഴിക്കുമ്പോഴത്തേൻ്റെ അവിടെ ഇതാണ് അതാണ് അതിനൊക്കെ മനസ്സിലാവും ഇന്നിപ്പോൾ പറ്റുമോ ഉണ്ടോ അതാണ് പറഞ്ഞ നമുക്ക് അത്ര ഈമാനാണെന്നൊക്കെ എന്തോ ഏയ് നിങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു ഇനി നമുക്ക് സംസാരിക്കാം തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം എന്നേ കൂടെ